സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കും. അവൾക്കാണെങ്കിൽ തീരെ സുഖമില്ല. അവളുടെ തൊട്ടടുത്തായി രതി എന്ന് പേരുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട്. അവളാണെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞിപ്പെണ്ണിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവളുടെ കൂടെ തന്നെ ഇരിക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ആ വീടിന്റെ പുറത്ത് നമ്മുടെ ഹീറോയിൻ, ഈ ചുന്ദരിയാണ് ഈ കഥയിലെ നായിക. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തില് അവളുടെ പപ്പയും അമ്മയും കാറിൽ കയറ്റി യാത്ര അയച്ചു വിടും. അവർ രണ്ടുപേരും അല്പദൂരം മുൻപിലേക്ക് പോകേണ്ട താമസം ഓപ്പോസിറ്റ് വന്ന വേറൊരു വണ്ടിയുമായിട്ട് അവരുടെ വണ്ടി കൂട്ടിയിടിച്ച് ആക്സിഡന്റിൽ അവളുടെ പപ്പയും അമ്മയും മരിച്ചു പോവാണ്. ഹീറോയിനാണെങ്കിൽ ഈ ന്യൂസ് അറിഞ്ഞ് ഒരുപാട് ഷോക്കായി അവളുടെ പപ്പയും അമ്മയും മരിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരികയാണ്. അപ്പൊ അവളുടെ പപ്പ ആളങ്ങനെ ചാടി എഴുന്നേറ്റ് ഹീറോയിന്റെ കഴുത്തിൽ അങ്ങനെ കൈയമർത്തി അലറുകയാണ്. ഹീറോയിനാണെങ്കിൽ ആ സീൻ കണ്ട് ഞെട്ടി എഴുന്നേക്കും. ആക്ച്വലി അത് നമ്മുടെ ഹീറോയിൻ സ്വപ്നം കണ്ടതാണ്. അപ്പോഴായിരിക്കും തൊട്ടടുത്ത റൂമിൽ നമ്മൾ മുൻപ് കണ്ട ആ കുഞ്ഞു പെണ്ണും അവളെ ശുശ്രൂഷിക്കുന്ന ആ ഒരു ലേഡിയും കാണിക്കുക. അവളുടെ പേര് രതി എന്നാണ്. അപ്പോൾ ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. അത് കേട്ട് രതി ആണെങ്കിൽ പുറത്തേക്ക് പോയി നോക്കുകയാണ്. അവളുടെ തൊട്ട് പിന്നാലെ നമ്മുടെ ഹീറോയിനും പുറത്തേക്ക് വരും. പുറത്തു വന്നിരിക്കുന്നത് പോലീസാണ്. അവള് സ്വപ്നം കണ്ടതുപോലെ ഹീറോയിന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ പെട്ടു. അമ്മയാണെങ്കിൽ സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. അച്ഛൻ അദ്ദേഹം കോമയിലാണ്. ഹീറോയിനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. അവിടെ ഹീറോയിന്റെ സ്വന്തം സിസ്റ്റർ ഉണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് അമ്മയുടെ ബോഡി ഏറ്റുവാങ്ങി പപ്പയെ വീട്ടിലേക്ക് കൊണ്ടുവരും. അമ്മയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴായിരിക്കും മറ്റൊരു സ്ത്രീയും ഒരു പയ്യനും അവിടേക്ക് കയറി വരിക. അത് ആക്ച്വലി ഹീറോയിന്റെ പപ്പയുടെ മറ്റൊരു ഭാര്യയാണ്. ആളുടെ മകനാണ് അവരുടെ കൂടെ ഉള്ളത്. അവര് ഹീറോയിന്റെ കൈ പിടിച്ചു പറയും, എനിക്ക് തീരെ സുഖമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മുൻപ് ഇവിടേക്ക് വന്നേനെ. ഞാൻ എത്താൻ ഒരല്പം ലേറ്റ് ആയി പോയി. ഹീറോയിന്റെ സിസ്റ്ററിനാണെങ്കിൽ അവർ രണ്ടുപേരെയും ഒട്ടും ഇഷ്ടാവില്ല. അവരാണെങ്കിൽ ഇപ്പോ ഹീറോയിനെയും കൂട്ടി ഹീറോയിന്റെ പപ്പയുടെ അടുത്തേക്ക് വരികയാണ്. ഈ പയ്യന്റെ പേര് ജോ എന്നാണ്. അവനാണെങ്കിൽ അല്പനേരം പപ്പയെ നോക്കി നിന്ന് പുറത്തേക്ക് പോകും. അവന് തൊട്ടു പിന്നാലെ ഹീറോയിനും അവിടുന്ന് പുറത്തേക്ക് പോവാണ്. ആ സ്ത്രീ ആണെങ്കിൽ ഒരുപാട് വിഷമത്തില് ആളുടെ കൈയൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ജോയും ഹീറോയിന്റെ ചേച്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും പപ്പയെ നോക്കാനുള്ള പണമില്ല. സോ അവരാണെങ്കിൽ ഇപ്പൊ സ്വത്തിനെ കുറിച്ചായിരിക്കും പരസ്പരം പറഞ്ഞ് തർക്കിക്കുക. നമുക്ക് എത്രയും വേഗം ഈ സ്വത്ത് വീതിച്ചെടുക്കണം, അതിനുശേഷം പപ്പയെ നോക്കാനുള്ള ഉത്തരവാദിത്വം അതും എല്ലാവരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം 150 പറഞ്ഞ് 100 പറഞ്ഞ് തർക്കിക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മാറി നിന്ന് കേൾക്കും. ഉടനെ ആ ഗ്രാമത്തിലെ തന്നെ ഒരു മുഖ്യൻ ആൾ അവിടേക്ക് വന്ന് ഹീറോയിനോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു ആന്റി, അവരാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഒരുപാട് നേരം പ്രാർത്ഥിക്കും. അതിനിടയിൽ ആളുടെ സ്പെക്സ് താഴെ വീഴും. അവർ പതിയെ എഴുന്നേറ്റ് ആ സ്പെക്സ് എടുത്ത് കണ്ണിൽ വെച്ച് മുകളിലേക്ക് എഴുന്നേക്കുമ്പോഴായിരിക്കും ഹീറോയിന്റെ പപ്പ ആൾ എഴുന്നേറ്റ് ഇപ്പൊ വല്ലാതെ ഷിവർ ചെയ്യുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുക. അവരൊരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ആ ബെഡിൽ കിടത്താനായിട്ട് ശ്രമിക്കും. ആ സമയം വീണ്ടും അവരുടെ സ്പെക്സ് അതങ്ങനെ താഴേക്ക് വീഴും. അവർ രണ്ടാമതും കുനിഞ്ഞ കണ്ണാടി എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്തോ ഒരു രൂപം ആ കട്ടലിനടി കാണുകയാണ്. പക്ഷെ സെക്കൻഡുകൾ കൊണ്ട് ആ രൂപം അതങ്ങനെ വാനിഷ് ആവും. അവർ ആ കണ്ണാടി എടുത്ത് ഹീറോയിന്റെ പപ്പയെ നോക്കും. ആളുടെ ദേഹത്ത് ആ ഒരു ഭീകര സ്വത്വം അതങ്ങനെ കയറിയിരിക്കുന്നത് കണ്ട് അവര് നിലവിളിച്ച് കാറും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ റൂമിലേക്ക് ഓടി വരും. അവര് കണ്ട കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയും. പക്ഷെ അതിന് ഹീറോയിന്റെ സിസ്റ്റർ ആണെങ്കിൽ ജോയുടെ അമ്മയെ ഒരുപാട് ചീത്ത പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ ഹീറോയിന്റെ അമ്മയുടെ ഫ്യൂണറൽ ചടങ്ങ് അതൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അതേസമയം ഹീറോയിന്റെ ചേച്ചി അവളാണെങ്കിൽ പപ്പയുടെ റൂമിലേക്ക് വന്ന് അവരുടെ സ്വത്തുക്കളുടെ ആധാരവും പ്രമാണവും ഒക്കെ തപ്പിയെടുക്കുകയാണ്. ഹീറോയിൻ ദേഷ്യപ്പെട്ട് പറയും, നമ്മുടെ പപ്പ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമ്മ നമ്മളെ വിട്ടുപോയിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് തന്നെ നിനക്ക് ഈ സ്വത്തുക്കളൊക്കെ വിറ്റ് തിന്നണോ? അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, എനിക്കിതിപ്പോ കിട്ടിയേ പറ്റൂ, പണം തന്നെ വേണമെന്ന് പറഞ്ഞ് അവളുടെ ചേച്ചി ഒരുപാട് ദേഷ്യപ്പെട്ടു വീണ്ടും അവിടെ പരിശോധിച്ചു കൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അത് നടക്കുകയാണ്. ഇവിടെ ജോയും ഹീറോയിന്റെ ചേച്ചിയും ചേർന്ന് എങ്ങനെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാം എന്ന് ചിന്തിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പൊ തന്നെ അതിനുള്ള കരുക്കള് അതൊന്നൊന്നായിട്ട് നീക്കി തുടങ്ങി. ഹീറോയിൻ ഇതൊക്കെ കണ്ട് അവളുടെ കൺട്രോൾ പോവും. ഹീറോയിൻ ആണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് ഇപ്പൊ പതിയെ അവളുടെ പപ്പയുടെ റൂമിലേക്ക് വരും. അപ്പൊ ഡോറിന് മുൻപിൽ ആരോ നിൽക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യാണ്. അവൾ ടെൻഷനായി പപ്പയുടെ അടുത്തേക്ക് ഓടി വരും. അവിടെ ആരുമില്ല. പപ്പയാണെങ്കിൽ മുൻപ് എങ്ങനെ ബെഡിൽ കിടന്നോ അതുപോലെ തന്നെ കിടപ്പുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ഹീറോയിന്റെ സിസ്റ്റർ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പൊ പട്ടണത്തില് ഒരു ചെറിയ കട നടത്തുകയാണ്. ഒരുപാട് മാസങ്ങളായി അവൾ ആ കടയുടെ റെന്റ് കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ
ആ കടയുടെ ഉടമസ്ഥനാണെങ്കിൽ അവളോട് ബഹളം വെക്കുകയാണ്. അവൾ കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്ത് കുറച്ച് ദിവസം കൂടെ അവനോട് ആളോട് സാവകാശം വേണമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞയക്കും. ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ചേച്ചിയെ കാണാൻ ഇപ്പൊ കടയിലേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുകയാണ്. അവള് ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അകത്തേക്ക് വരും. അവിടെ അവളുടെ ചേച്ചിയും ജോയും അവർ രണ്ടുപേരും അവർ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്ത ആ ഒരു സ്ഥലം അതിനെ ചൊല്ലി പൊരിഞ്ഞ തർക്കം മൂത്ത് ഇപ്പൊ ഹീറോയിന്റെ ചേച്ചി ജോയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അന്ന് രാത്രി വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് വീണ്ടും ഇപ്പൊ ഹീറോയിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സമയം അപ്പൊ ജോയുടെ അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അവര് ബാത്റൂമിലേക്കായിരിക്കില്ല, മറിച്ച് ഹീറോയിന്റെ പപ്പയുടെ റൂമിലേക്കായിരിക്കും കയറി വരിക. അവരെന്തോ ഒരു സാധനം ഇപ്പോ പപ്പയുടെ ആ പില്ലോയുടെ അടിയിൽ വെക്കും. അടുത്ത നിമിഷം ഹീറോയിനും ഹീറോയിന്റെ ചേച്ചിയും അവർ രണ്ടുപേരും ആ റൂമിലേക്ക് കയറി വരികയാണ്. ഹീറോയിന്റെ ചേച്ചിയാണെങ്കിൽ ഇപ്പൊ ജോയുടെ അമ്മയെ പിടിച്ചു മാറ്റും. ഇവരെന്തോ കള്ളത്തരമാണ് ഇവിടെ കാണിക്കുന്നത്. ബെഡിനടിയിൽ എന്തോ ക്ഷുദ്രമന്ത്രമൊക്കെ കലർത്തിയ ഒരു സാധനം ഇവര് വെച്ചു എന്ന് പറഞ്ഞ് അതവൾ വലിച്ചെടുക്കും. ശേഷം ഒരുപാട് ദേഷ്യത്തില് അത് വലിച്ചെറിഞ്ഞ് ജോയെയും അവന്റെ അമ്മയും അവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവളുടെ ചേച്ചിയെ സമാധാനിപ്പിക്കും. അതേസമയം ആ ഗ്രാമമുഖ്യൻ ആളാണെങ്കിൽ ഹീറോയിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവളോട് ചോദിക്കും, ഞാൻ ഒരുപാട് കാലമായി എന്നോടത് ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും നീ ഖുർആൻ അത് വായിക്കാത്തത്? അതിനവളാണെങ്കിൽ ചേച്ചി മറുപടി ഒന്നും കൊടുക്കാതെ അവളുടെ ചേച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ഇവിടെ ചേച്ചിയും അവരുടെ ഹസ്ബൻഡും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറഞ്ഞ് ഹസ്ബൻഡ് ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തില് അവരുടെ 2 മക്കളെയും കൂട്ടി അവിടുന്ന് കടന്നു പോകും. ഹീറോയിൻ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളുടെ ചേച്ചിയെ സമാധാനിപ്പിക്കും. ഹീറോയിന്റെ ചേച്ചിയാണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് പപ്പയുടെ അടുത്തുനിന്ന് കിടക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് അവൾ കണ്ണു തുറക്കുമ്പോ പപ്പ ആൾ ആ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നതായിട്ട് കാണും. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് പപ്പയെ വലിച്ച് ആ ബെഡിൽ കിടത്താൻ നോക്കും. പക്ഷേ ആളാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലേക്ക് ചേഞ്ച് ആയതായിട്ടായിരിക്കും അവൾക്ക് കാണാൻ കഴിയുക. മുഖവും കൈയും ഒക്കെ അങ്ങനെ ഷിവർ ചെയ്യിപ്പിച്ച് വളരെ വിയേർഡായിട്ടുള്ള ഒരു ലുക്ക്. അതുകൊണ്ട് ഒരു സെക്കൻഡ് അവളും പേടിച്ചു പോകുന്നുണ്ട്. അവളെ കൊണ്ട് പറ്റും പോലെ പപ്പയെ സമാധാനിപ്പിച്ച് ആ ബെഡിൽ കിടത്തും. പക്ഷേ അവൾക്ക് എന്തൊക്കെയോ ചെറിയ ചില ഭയങ്ങള് ഇപ്പൊ മനസ്സിലേക്ക് വരികയാണ്. എത്രയും വേഗം ഹീറോയിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവള് ശബ്ദം ഉണ്ടാക്കാതെ ആ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം അവളുടെ പപ്പ ആളാ വിയേർഡ് ലുക്കിൽ വന്ന് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. അവളുടെ സർവ്വശക്തി എടുത്ത് പപ്പയെ തട്ടി മാറ്റി ആ ബെഡിലേക്ക് ഇട്ട് പുറത്തേക്ക് വരികയാണ്. ഇനിയും അവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ പെട്ടെന്ന് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ തയ്യാറാവും. ശബ്ദം കേട്ട് രതിയാണെങ്കിൽ അവിടേക്ക് വന്ന് അവളോട് കാര്യം ചോദിക്കും. അതിനവള് പറയും, എനിക്ക് എന്റെ മക്കളില്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് എത്രയും വേഗം എന്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ സ്പീഡിൽ പുറത്തേക്ക് വരും. അവൾ മുൻപോട്ട് പോകുന്തോറും ആരോ അവളെ ഫോളോ ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. മാത്രമല്ല പുറകിലുള്ള ലൈറ്റ്സ് അതൊന്നൊന്നായി അങ്ങനെ ഓഫായിക്കൊണ്ടേയിരിക്കും. അവൾ ദൂരേക്ക് നോക്കും. അവളുടെ പപ്പയുടെ മുകളിലായിട്ട് ഒരു വിയേർഡായിട്ടുള്ള മോൺസ്റ്റർ. അവൾ പപ്പയുടെ പേര് വിളിച്ച് ഇപ്പൊ അവിടെ നോടും. അടുത്ത നിമിഷം ലൈറ്റ് മുഴുവനായിട്ടും ഓഫ് ആവുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഹീറോയിൻ അവളാണെങ്കിൽ അവളുടെ പഴയ ഫോട്ടോസ് ഒക്കെ നോക്കി ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ അവളുടെ പപ്പയും മമ്മയും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ വഴക്കിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഹീറോയിന്റെ പപ്പ അദ്ദേഹം ജോയുടെ അമ്മയെ കല്യാണം കഴിച്ചതിനെ ചൊല്ലിയാണ് അവരിപ്പോ പരസ്പരം വഴക്ക് കൂടുന്നത്. ആദ്യത്തെ 2 മക്കളും പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഒരാൺകുട്ടി വേണം എന്ന ആഗ്രഹത്തെ ചൊല്ലിയാണ് അദ്ദേഹം 2ാമത് വിവാഹം കഴിച്ചത്. അന്ന് ഹീറോയിനെ ആശ്വസിപ്പിച്ചതും അവളെ ചേർത്ത് പിടിച്ചതും അവളുടെ സ്വന്തം ചേച്ചിയാണ്. കട്ട് ചെയ്താ ഇപ്പോ അവളുടെ ചേച്ചി കൊല്ലപ്പെട്ട ന്യൂസ് കേട്ട് ഹീറോയിൻ അവള് പേടിച്ചോടി ചേച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ചോര തുളുമ്പി അവളങ്ങനെ മരിച്ചു കിടക്കുന്നത് ഹീറോയിൻ കാണും. മറ്റൊരു ഭാഗത്ത് ജോയുടെ അമ്മയ്ക്കാണെങ്കിൽ മൈനർ ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുകയാണ്. അവൻ അമ്മയ്ക്ക് മെഡിസിൻ ഒക്കെ കൊടുത്ത് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അവന്റെ പപ്പയുടെ രൂപം അതങ്ങനെ ചാടി വന്ന് അവന്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ആ രൂപമൊക്കെ കണ്ട് അങ്ങനെ ഫ്രീസ് ആവും. മറ്റൊരു ഭാഗത്ത് ഇവിടെ ഹീറോയിനോട് അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറയും, ഇനി ഞാൻ പട്ടണത്തിലേക്ക് പോവാണ്, ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. നിന്റെ ചേച്ചി അവൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, കഷ്ടപ്പെടുത്തി, ഈ നിലയിലാക്കി. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതൊന്നും അനുസരിക്കാത്തോണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടായെന്ന് പറഞ്ഞ് ആൾ അവിടെ നിന്ന് കടന്നുപോകും. അത് കേട്ട് ഹീറോയിൻ അവൾ ഒരുപാട് വിഷമത്തിൽ പപ്പയുടെ അടുത്തേക്ക് വന്ന് ഖുർആൻ വായിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴേക്കും കുറച്ച് പോലീസുകാർ അവിടേക്ക് വന്ന് അവളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങും. അവളുടെ ചേച്ചിക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവളുടെ ലൈഫിലുണ്ടോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവളോട് ചോദിക്കും. അതിന് അവളും കറക്റ്റായിട്ട് ഓരോരോ ആൻസേഴ്സ് കൊടുക്കും. പോലീസുകാരാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവളോട് ചോദിക്കും, നിന്റെ ചേച്ചിയും ജോയും തമ്മിൽ ആ സ്വത്തിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായില്ലേ, അതിനെ ചൊല്ലി ജോ എന്തെങ്കിലും ചെയ്തതായിരിക്കോ? അതിന് ഹീറോയിനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല.
പോലീസ് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ജോയുടെ വീട്ടിലേക്ക് വന്ന് അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അവർ ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കും. ഉടനെ കിച്ചണിൽ നിന്ന് ഒരു രക്തം പുരണ്ട കത്തി അതവർക്ക് കിട്ടുകയാണ്. പോലീസുകാരാണെങ്കിൽ ഇപ്പൊ ജോയെ പിടിച്ചു വലിച്ച് അറസ്റ്റ് ചെയ്യാണ്. അതിന് ജോ അവരുടെ കൈ തട്ടി മാറ്റി അവിടുന്ന് ഉഷാറായിട്ട് ചാടി ഓടി ഇപ്പൊ അടുത്തുള്ള ഏതോ ഒരു വീട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ജോയുടെ അമ്മ അവരാണെങ്കിൽ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് എന്റെ മകനെ അവനെ രക്ഷിക്കണം. അവൻ എന്റെ വയറ്റിലാണ് പറഞ്ഞതെങ്കിലും നിങ്ങളെ രണ്ടുപേരെയും സ്വന്തം ചേച്ചിമാരായിട്ടാണ് അവൻ കാണുന്നത്. നിങ്ങളുടെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് അവൻ ഇത്രയും നാളും കണ്ടിട്ടുള്ളത്. എന്റെ മകൻ ഒരിക്കലും അവളെ കൊല്ലില്ല. അത് കേട്ട് ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ അവരകത്തേക്ക് വിളിച്ച് ചില കാര്യങ്ങൾ ചോദിക്കും. അന്നേ ദിവസം നിങ്ങൾ പപ്പയുടെ റൂമില് എന്താണ് കണ്ടത്? ആ പില്ലോയുടെ അടിയിൽ നിങ്ങൾ എന്താണ് വെക്കാനായിട്ട് നോക്കിയത്? അതിനവര് പറയും, നിങ്ങളുടെ പപ്പയുടെ കൂടെ വലിയൊരു ഗോസ്റ്റ് ഉണ്ട്. ആക്ച്വലി അതിന്റെ പിടിയിലാണ് നിങ്ങളുടെ പപ്പ. നിങ്ങളെങ്കിലും അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഞാൻ ആ ഒരു രക്ഷാമന്ത്രം അതവിടെ വെക്കാനായിട്ട് ശ്രമിച്ചത്. കട്ട് ചെയ്താ ഇപ്പൊ ജോയെ കാണിക്കും. അവനാണെങ്കിൽ ആ വീടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അപ്പൊ അവന്റെ തൊട്ടു ബാക്കിലായി പപ്പയുടെ രൂപത്തില് ആ ഒരു ഗോസ്റ്റ് അതവനെ ഫോളോ ചെയ്ത് വരികയാണ്. അതിനെ കണ്ട് പേടിച്ച് നിലവിളിച്ച് ആ ബിൽഡിംഗ് മുഴുവൻ ഓടി നടക്കും. പക്ഷെ എന്താ, അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിൽ കാല് തട്ടി അവൻ തെറിച്ചടിച്ചു വീഴും. കാലിനാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് എഴുന്നേറ്റ് ഓടാനാവില്ല. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ ഒരു ഗോസ്റ്റ് അതങ്ങനെ ഇഴഞ്ഞഴഞ്ഞു വന്ന് അവന്റെ കാലിൽ പിടിച്ചു വലിച്ച് അവൻ മുഴുവനായിട്ടും കടിച്ചു പറിച്ച് കൊന്ന് തള്ളുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീറോയിനെ കാണിക്കും. അവളാണെങ്കിൽ ആന്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവളുടെ പപ്പയുടെ ശബ്ദം അവൾ കേൾക്കുക. അവൾ ആ റൂമിലേക്ക് ഓടി വരും. പപ്പയാണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ കൊന്നുകള, എനിക്കിനിയും ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയില്ല. എത്ര കാലം ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് ആളങ്ങനെ പൊട്ടിക്കരയാണ്. അവളെ കൊണ്ടാവും പോലെ ഇപ്പൊ പപ്പയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അതിനുശേഷം ആ ഖുർആൻ എടുത്ത് വായിക്കാനായിട്ട് കൈ നീട്ടും. ഉടനെ അവളുടെ പപ്പ അവളുടെ കൈ പിടിച്ചു വെച്ചിട്ട് പറയും, ദൈവം, ഖുർആൻ, അതിലൊന്നും തന്നെ സത്യമില്ല, നീ അത് വായിക്കേണ്ടെന്ന് പറഞ്ഞ് ആള് ദേഷ്യപ്പെടും. അടുത്ത നിമിഷം ആ കൊച്ചു കുഞ്ഞിന്റെ നിലവിളി അതവള് കേൾക്കുകയാണ്. അവള് പേടിച്ച് ആ കൊച്ചു കുഞ്ഞിന്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അവളെ ആശ്വസിപ്പിച്ച് അങ്ങനെ അവളെ ചേർത്ത് പിടിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് അവളുടെ അടുത്ത് കിടക്കുന്നത്. അത് ആ കുഞ്ഞിപ്പെണ്ണല്ല, ആ ഗോസ്റ്റ് ആണ്. അതിനെ കണ്ട് ഹീറോയിൻ ആണെങ്കിൽ ഒച്ച വെക്കാൻ തുടങ്ങും. ഉടനെ ആ ഗോസ്റ്റ് അവളുടെ കഴുത്ത് പിടിച്ച് അങ്ങനെ ഞെരിക്കുകയാണ്. ഹീറോയിന്റെ ശബ്ദം കേട്ട് ആ കുഞ്ഞിപ്പെണ്ണും രതിയും അവർ രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തും. ഇവരെ കണ്ട് ഞൊടിയിടയില് ആ ഗോസ്റ്റ് അതവിടെ നിന്ന് ഇൻവിസിബിൾ ആവും. ഹീറോയിൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഗ്രാമത്തലവൻ അദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂന്ന് പറഞ്ഞ് ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ആളെ കാണാനായി വരും. ഹീറോയിൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവൾക്ക് ദൈവവിശ്വാസം ഇല്ലാത്തത് എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ചെറുപ്പം മുതലേ എന്റെ അച്ഛനും അമ്മയും വഴക്കിട്ട് ജീവിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ജോയുടെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവർക്കിടയിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായത്. സോ ദൈവം എനിക്ക് ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ വെറുത്തു. അങ്ങനെയാണ് എനിക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതെന്ന് പറയും. അതിനാളാണെങ്കിൽ ഒരു ബുക്ക് അവളുടെ കയ്യിൽ കൊടുത്തു പറയും, നമ്മളെല്ലാവരും ഓരോരോ സാഹചര്യത്തിൽ ദൈവത്തെ വെറുക്കും, ദൈവത്തെ ഉപേക്ഷിക്കും. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ വെറുക്കുകയോ ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. അവളുടനെ അവൾ കണ്ട കാര്യവും ജോയുടെ മമ്മ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ എല്ലാം തന്നെ ആളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ആളാണെങ്കിൽ ഒരു മന്ത്രം എഴുതി അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതിനെന്തോ ഒന്ന് ആവശ്യമുണ്ട്, അതെന്താണെന്ന് നീ ചോദിക്കണം. അതിനോട് എങ്ങനെയാണ് അത് ചോദിക്കേണ്ടതെന്ന് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് നീ അതിനോട് ചോദിക്കണം. അത് കേട്ട് ഹീറോയിൻ ഇപ്പൊ വീട്ടിലേക്ക് വന്ന് ആ ഗോസ്റ്റിനോട് നിനക്ക് എന്താ വേണ്ടേ ചോദിക്കും. അതിനാ ഗോസ്റ്റ് അത് ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് വേണ്ടത് നിന്നെയാണെന്ന് പറഞ്ഞ് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ കഷ്ടപ്പെട്ട് അതിനെ തട്ടി മാറ്റി പുറത്തേക്ക് ഓടി രക്ഷപ്പെടും. അതിനുശേഷം ഗ്രാമമുഖ്യന്റെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങൾ പറയും. ആള് പറയും, വേറെ വഴിയില്ല, നമുക്കൊരു ചടങ്ങ് അത് നടത്തിയേ പറ്റൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ജോയെ കാണിക്കും. ആക്ച്വലി ജോ മരിച്ചിട്ടില്ല. അവന്റെ അടുത്തേക്ക് സതി അവള് വന്ന് അവന് കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും അവൾ പറയുക, ആക്ച്വലി ഹീറോയിന്റെ ചേച്ചി അവളെ കൊന്നത് മറ്റാരുമല്ല, ഞാനാണ്. അതിനുശേഷം ഞാൻ ആ കത്തി അത് ഒളിപ്പിച്ച് അതാരും അറിയാതെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്റെ മകളെ, അവളെ രക്ഷിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയും. ജോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അവൻ ദേഷ്യപ്പെട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവൻ രക്തം ഛർദ്ദിച്ച് അങ്ങനെ മരിച്ചു വീഴാണ്.
ജോ മരിച്ച വാർത്ത അറിഞ്ഞ ജോയുടെ അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല. ഹീറോയിനാണെങ്കിൽ ഷോക്കായി അവിടേക്ക് ഓടി വരും. എന്തായാലും കുഴപ്പമില്ല, ഇനി എന്ത് വില കൊടുത്തിട്ടും ആ ഒരു ചടങ്ങ് അത് നടത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവളിപ്പോ ആ ചടങ്ങ് നടത്താൻ തയ്യാറാവും. ഹീറോയിനാണെങ്കിൽ ഇപ്പൊ രതിയോടും ആ കുഞ്ഞിപ്പെണ്ണിനോടും ഒരു കാരണവശാലും അവരോട് പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളുടെ പപ്പയെ പുറത്തേക്ക് കൊണ്ടുവന്ന് മന്ത്രങ്ങൾ ആരംഭിക്കുകയാണ്. മന്ത്രങ്ങൾ അത് ആരംഭിക്കേണ്ട താമസം അവളുടെ പപ്പ ആളാണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് രതിയുടെ അടുത്തുള്ള ആ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ വേദനയിൽ നിലവിളിക്കും. ഇവിടെ പപ്പയ്ക്ക് ആ ഗോസ്റ്റിൽ നിന്ന് രക്ഷ കിട്ടി ആള് മരിക്കുകയാണ്. അടുത്ത നിമിഷം രതി അവളൊരു കത്തി എടുത്ത് ഹീറോയിനെ കൊല്ലാനായിട്ട് ഓടി അടുക്കും. ജസ്റ്റ് മിസ്സിന് ആ ഗ്രാമമുഖ്യൻ ആൾ അവിടേക്ക് കയറി നിന്ന് അവളുടെ ദേഹത്തേക്ക് ആ കുത്തേറ്റ് വാങ്ങുകയാണ്. രതിയാണെങ്കിൽ കത്തി വലിച്ചൂരി ഇപ്പൊ ഹീറോയിന് നേരെ നീട്ടും. ഹീറോയിൻ തിരിച്ചറിയും ഇതിനെല്ലാം പിന്നില് ഈ രതിയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി ഹീറോയിന്റെ പപ്പ ഈ രതി പെണ്ണിനെ അവളെയും വളരെ ചെറുപ്പത്തിൽ തന്നെ മിസ്യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവളുടെ അമ്മ എപ്പോഴും അവളുടെ പപ്പയായിട്ട് വഴക്കിട്ടത്. രതി അവൾ ചെറിയ വയസ്സ് മുതലേ അവളുടെ വീട്ടിലെ ഓരോരോ ജോലികൾ ചെയ്ത് അവിടെ കഴിഞ്ഞു വന്നവളാണ്. ആക്ച്വലി ആ കുഞ്ഞിപ്പെണ്ണ് അത് പപ്പയുടെയും രതിയുടെയും മകളാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഹീറോയിന്റെ അമ്മ അവരാണ് ആ ചെറിയ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒരു ദുർമന്ത്രവാദിയുടെ സഹായത്താല് ഒരു ഗോസ്റ്റിനെ കടത്തിവിട്ടത്. ഓൾറെഡി ആ പപ്പയെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ഗോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളെ ഒന്നും ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ രതിയാണെങ്കിൽ ആ കത്തിയെടുത്ത ഹീറോയിനെ വെട്ടുകയാണ്. എന്റെ മകളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നീ മരിച്ചേ മതിയാവെന്ന് പറയും. അതേസമയം പപ്പയെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആ ഒരു ഗോസ്റ്റ് അതങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഹീറോയിന്റെ ബോഡിയിലേക്ക് കയറും. അവൾ ഉടനെ ഇപ്പൊ രതിക്ക് നേരെ തിരിയാണ്. രതി അറിഞ്ഞും പുറഞ്ഞ് അറ്റാക്ക് ചെയ്ത് അവസാനമായിട്ട് അവളുടെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരും. രതിയാണെങ്കിൽ ഹീറോയിനോട് കെഞ്ചും. പക്ഷെ അപ്പോഴേക്കും ഹീറോയിൻ ആ കുഞ്ഞിന്റെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ച് ആ ഒരു നെഗറ്റീവ് ഗോസ്റ്റിനെ അതിനങ്ങനെ അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത അല്പസമയം കഴിഞ്ഞ് പോലീസ് അവിടേക്ക് വന്ന് ഇപ്പൊ രതിയെ അറസ്റ്റ് ചെയ്യും. ഹീറോയിനും ആ കുഞ്ഞിപ്പെണ്ണും അവർ രണ്ടുപേര് സേഫ് ആയിട്ട് അവിടെ നിൽക്കുന്നതോടുകൂടെ ഈ ഒരു സിനിമയും അവസാനിക്കുന്നു.